കേരളത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാക്കളിൽ ഒരാളോട് ഞാൻ വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു, ഈ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളുകളെ തന്നെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും മാറ്റുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് പറഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ വലിയൊരു വാർത്ത വന്നിരിക്കുന്നു. ആ വാർത്ത എന്ന് പറയുന്നത് റെജി ലൂക്കോസ് എന്ന് പറയുന്ന CPMൻ്റെ സഹയാത്രികൻ എന്നുള്ള നിലയ്ക്ക് ചാനൽ ചർച്ചകളിലൊക്കെ ഇരുന്ന് ഘോരഘോരം വാദിക്കുക മാത്രമല്ല, സ്വന്തം സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ, ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റുകളിലൂടെ മറ്റ് നേതാക്കന്മാരെയൊക്കെ കളിയാക്കുകയും അപഹസിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന, വളരെ കൃത്യമായി CPMന് വേണ്ടി പടപൊരുതിക്കൊണ്ടിരുന്ന റെജി ലൂക്കോസ്, അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹം അമേരിക്കയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഇന്ന് രാവിലെ BJPയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വാർത്ത. അപ്പോൾ BJPയിൽ അദ്ദേഹം എത്തി, BJPയിൽ ചേരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ റെജി ലൂക്കോസിൻ്റെ വാക്കുകൾ എന്നെ വല്ലാതെ ഞെട്ടിച്ചു. അതിന് പ്രധാനപ്പെട്ട കാരണം റെജി ലൂക്കോസ് പറഞ്ഞേക്കുന്നത്, അദ്ദേഹം 35 വർഷമായിട്ട് ഇടതുപക്ഷ സഹയാത്രികനാണ്, ഇടതുപക്ഷത്തോടൊപ്പം ഉള്ള ഒരാളാണ്. കൂടാതെ അദ്ദേഹം ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറാണ്, പാർട്ടി മെമ്പറാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള പല ചർച്ചകളിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ കോട്ടയത്ത് നിന്നുള്ള അനിൽകുമാർ, അദ്ദേഹം നിങ്ങൾക്കറിയില്ല, അഡ്വക്കേറ്റ് അനിൽകുമാർ, അദ്ദേഹം ഇതുപോലെ ചാനൽ ചർച്ചയ്ക്ക് വരുന്നതാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് ഒരിക്കലും റെജി ലൂക്കോസ് മെമ്പർ ആയിരുന്നില്ല എന്നുള്ളതാണ്. അത് നമുക്കറിയില്ല. പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പാർട്ടി നേരത്തെ തന്നെ തിരുത്തേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അദ്ദേഹം നേരത്തെയുള്ള ചർച്ചകളിലും പാർട്ടി മെമ്പറാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇടതുപക്ഷ നിരീക്ഷകൻ എന്നുള്ള നിലക്കാണ് ഇരുന്നിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹം പക്ഷേ ഇന്ന് വന്ന് പറഞ്ഞേക്കണ വാചകം എന്ന് പറയുന്നത്, CPM ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വർഗീയ വിഭജനത്തിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ BJP വർഗീയവാദികളാണെന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അതല്ല, യഥാർത്ഥത്തിൽ ഇപ്പോൾ CPM ആണ് അതിനേക്കാൾ വലിയ വർഗീയവാദികൾ. അവർ വർഗീയ വിഭജനത്തിനുള്ള ശ്രമം നടക്കുന്നു എന്നാണ് അദ്ദേഹം ഒരു വാചകം പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ അദ്ദേഹം പറയുന്നത്, കാലഹരണപ്പെട്ട ദ്രവിച്ച ഇത്തരത്തിലുള്ള ആശയങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാവില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഉത്തരേന്ത്യയിലേക്ക് വികസനം, അതുകൂടാതെ മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞേക്കുന്നത്, അദ്ദേഹം ഉത്തരേന്ത്യയിലൂടെയൊക്കെ നിരവധി തവണ യാത്ര ചെയ്തു. അപ്പോൾ അദ്ദേഹം ഉത്തരേന്ത്യയിലെ വികസനമൊക്കെ അദ്ദേഹത്തെ ഞെട്ടിച്ചു. കൂടാതെ അദ്ദേഹം പറഞ്ഞേക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജിയുടെ ആശയം അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചു എന്നുള്ളതാണ്. സാധാരണ മോദിയുടെ ആശയം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരായിട്ടാണ് അദ്ദേഹം ഒരു ഡീലിലെത്തിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ആശയം അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചു എന്നുള്ളതാണ്. പാർട്ടി മെമ്പറായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ബന്ധങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു. കൂടാതെ കഴിഞ്ഞ 13 വർഷവും CPMൻ്റെ സഹയാത്രികനായിരുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ കുറച്ച് പേരെങ്കിലും ചിലപ്പോൾ അത് കണ്ടിട്ടുണ്ടാവും. ഈ ഇടതുപക്ഷത്തെയും CPMനെയൊക്കെ തോൽപ്പിക്കുന്നതിൽ വലിയ മുഖ്യമായിട്ടുള്ള പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ നിരീക്ഷകർ എന്ന് പറഞ്ഞ് ചാനലുകളിൽ വന്നിരിക്കുന്ന ആളുകളാണ്. കാരണം ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാതെ വായി തോന്നി എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ വിളിച്ചു പറയുകയും മറ്റുള്ളവരുടെ ചോദ്യത്തിന് മറുപടി ഇല്ലാതെയൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുന്ന നിരവധി ആളുകൾ ഇടതുപക്ഷത്ത് നിന്ന് ഇതുപോലെ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിലൊരാളാണ് റെജി ലൂക്കോസ് എന്ന് പറയുന്നത്. ഒരാളാണ് BN ഹസ്കർ. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വരാം. വേറൊരു വാർത്ത കൂടിയുണ്ട്. BN ഹസ്കർ എന്ന് പറയുന്നത്. കൂടാതെ ഒരു ഡോക്ടർ ജയരാജ് എന്ന് പറയുന്ന ഒരാളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് ജനൻ TV ചെല്ലുന്നു, അദ്ദേഹത്തെ ആളുകളൊക്കെ കളിയാക്കുന്നു, തമാശയാക്കുന്നു, എന്നിട്ട് പറഞ്ഞു വിടുന്നു. യഥാർത്ഥത്തിൽ വലിയൊരു പ്രസ്ഥാനത്തിനാണ് ഡാമേജ് ഉണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഇനിയെങ്കിലും CPM അത്തരം കാര്യങ്ങൾ അതിഗംഭീരമായി ശ്രദ്ധിക്കണം. കാരണം ഇടതുപക്ഷ നിരീക്ഷകൻ എന്ന് പറഞ്ഞു വരുമ്പോൾ CPM ഏറ്റവും കുറഞ്ഞ പക്ഷം പറയണം, ഞങ്ങളുടെ ആളല്ല, ഞങ്ങളുടെ ആളുകൾ ഞങ്ങളുടെ പാർട്ടിയുടെ ഔദ്യോഗികമായ തലത്തിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് വിടും. അല്ലെങ്കിൽ ഇടതുപക്ഷ നിരീക്ഷകരെന്ന് പറഞ്ഞാൽ ചർച്ചയ്ക്ക് വരുന്ന ആളുകൾ പോലും പാർട്ടി ഇടപെട്ട് കുറച്ചുകൂടി ശ്രദ്ധിച്ച് ആളുകളെ വിടണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഞാൻ നേരത്തെ തന്നെ വീഡിയോയിൽ അത് പറഞ്ഞിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ 3 കാര്യങ്ങൾ അദ്ദേഹത്തെ ഞെട്ടിച്ചു. ഒന്ന്, ഉത്തരേന്ത്യയിലെ വികസനം. രണ്ടാമത്തേത് കാലഹരണപ്പെട്ട ദ്രവിച്ച ആശയം. മൂന്നാമത്തേത് CPM നടത്തുന്ന വർഗീയ വിഭജനം. എന്ന് പറഞ്ഞാൽ CPMനെ കുറിച്ച് ശരിക്കും കോൺഗ്രസ്സുകാരനോ രാജീവ് ചന്ദ്രശേഖരോ പോലും ഇത്ര കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടില്ല. പുള്ളി മിനിഞ്ഞാന്ത വരെ ഏതോ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തതാണ്. ഇന്നലെ രാത്രി മണിക്കൂറുകൾ കൊണ്ടാണ് പുള്ളിക്ക് ഈ വ്യത്യാസങ്ങളെല്ലാം ബോധ്യപ്പെട്ടത് എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കൊക്കെ നോക്കിയാൽ നമുക്ക് വലിയ ചിരി വരും. കാരണം ഇതിനേക്കാൾ വലിയ ഒരുപാട് ന്യായീകരണങ്ങളൊക്കെ അദ്ദേഹം ചവച്ചിട്ടുണ്ട്. ഇപ്പം എന്താണെങ്കിലും അദ്ദേഹം ഒരു സീറ്റ് കിട്ടി മത്സരിക്കും എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. ഇനി അത് മത്സരിച്ചാലും ഇല്ലെങ്കിലും ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഇനി BJPയുടെ ശബ്ദമായിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് കേട്ടപ്പോഴാണ് എനിക്ക് വലിയ സന്തോഷം തോന്നിയത്. കാരണം ഇനി ഇദ്ദേഹം BJPക്ക് വേണ്ടി ശബ്ദമായി ചാനൽ ചർച്ചകളിൽ നിറഞ്ഞാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം ഇത്രയും കാലം CPMനോടും ഇടതുപക്ഷത്തോടും ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹത്തിനേക്കാൾ വലിയ ഉപകാരമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹമൊക്കെ BJPക്ക് വേണ്ടി ഒന്ന് വാദിക്കുമ്പോൾ ഒരു 10 പേരെങ്കിൽ 10 പേര് BJPയിൽ നിന്ന് പോയിട്ട് CPMൽ ചേരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം ഇദ്ദേഹമൊക്കെ ബാധിച്ചതുകൊണ്ടാണ് CPM വിട്ട്, അല്ലെങ്കിൽ വിശ്വാസമൊന്നുമില്ലാതെ CPMൽ നിന്ന് ഒരുപാട് പേര് പോയത്. അതാണ് റെജി ലൂക്കോസിൻ്റെ കാര്യം. മറ്റത്, അദ്ദേഹം നല്ലൊരു അഡ്വക്കേറ്റാണ്. അദ്ദേഹത്തിൻ്റെ പേര് BN ഹസ്കർ എന്നാണ്. ഈ ഹസ്കറെ
ഇന്ന് ചാനലിലെ ഇടത് നിരീക്ഷകൻ എന്ന നിലയ്ക്ക് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. അത് സ്മൃതി പരുത്തിക്കാടിൻ്റെ പ്രിയപ്പെട്ട സ്മൃതി പരുത്തിക്കാടിൻ്റെ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട് എന്ന് പറഞ്ഞ ചർച്ചയിലാണ്. ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം യഥാർത്ഥത്തിൽ ഏത് കാര്യമുണ്ടെങ്കിലും CPM ന്യായീകരിക്കുന്ന ഒരാളാണ്. സ്വതന്ത്രമായ അഭിപ്രായം പറഞ്ഞതായിട്ടൊന്നും ഇതിനു മുമ്പ് എനിക്കറിവില്ല. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനെയും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും രൂക്ഷമായിട്ട് വിമർശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ വിമർശിച്ചയാളെ അദ്ദേഹം പാർട്ടി മെമ്പറാണ്, കൊല്ലത്തെ അഭിഭാഷകനാണ്. അദ്ദേഹത്തെ അഭിഭാഷക സംഘടനയിലുള്ള അഭിഭാഷക ബ്രാഞ്ച് യോഗത്തിൽ അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയും ഇനി മുതൽ അങ്ങനെ ഇടത് നിരീക്ഷകൻ എന്നുള്ള പേര് വെച്ചുകൊണ്ടുള്ള ചർച്ചയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. ആ ചർച്ചയിൽ ഹസ്കർ പറഞ്ഞത് എന്താണെന്ന് കൂടി കേൾക്കണം. കേരളത്തിൽ ഇടതുപക്ഷത്തിനും CPM നിദ്രാവ്യാധി ബാധിച്ചിരിക്കുന്നുവെന്നാണ് ചാനൽ ചർച്ചയിൽ ഹസ്കർ കുറ്റപ്പെടുത്തിയത്. 1996 തെറ്റുതിരുത്തൽ രേഖയിൽ ജനപ്രതിനിധികൾ സർക്കാർ നൽകുന്ന കാറിൽ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ കയറ്റരുതെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ ചെയ്ത തെറ്റിനെ ഇപ്പോഴും ന്യായീകരിക്കുന്നത് തിരുത്താൻ പാർട്ടിക്ക് കഴിയാതെ പോയത് വലിയ കാപട്യമായി പോയി. വെള്ളാപ്പള്ളിയുടെ നാവ് വിഷലിപ്തമാണ്. എപ്പോഴൊക്കെ ഇടതുപക്ഷം മതനേതാക്കൾക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ടോ അപ്പോഴേ ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകളിൽ വജ്രശോഭയുണ്ടാകും. ആ നിലപാടുകൾക്ക് ഇന്ന് ജരാനര ബാധിക്കുന്നത് ആപൽക്കരവും ഭയാനകവുമാണ്. മാധ്യമപ്രവർത്തകനെ തീവ്രവാദിയെന്ന് വിളിക്കാൻ വെള്ളാപ്പള്ളിക്ക് ധൈര്യം നൽകുന്നത് CPM മൗനമാണ്. CPI സെക്രട്ടറി ബിനോയ് വിശ്വം കൃത്യമായി നിലപാട് പറഞ്ഞിട്ടുണ്ട്. CPM ആർജവത്തോടെ നിലപാട് പറയാൻ കഴിയുന്നില്ല എന്നുള്ളത് രാഷ്ട്രീയ ഇരട്ടത്തപ്പായി പരിഗണിക്കപ്പെടും. ഇത് അദ്ദേഹം പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തെ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചിരുത്തിയിട്ടുണ്ടായിരുന്നു സ്മൃതി പരുത്തിക്കാടിൻ്റെ ഡിബേറ്റിൽ. അപ്പോൾ ചർച്ചയ്ക്ക് വന്നിരുന്നു. അദ്ദേഹം ഇതുപോലെ സ്വതന്ത്രമായിട്ടൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇത് പിന്നെയും അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടാണെന്ന് വിചാരിക്കാം. പക്ഷേ ഇന്നും അദ്ദേഹം ആ നിലപാടൊന്നും തിരുത്തിയിട്ടില്ല. കാരണം ഇന്ന് ചില മാധ്യമങ്ങൾക്ക് അദ്ദേഹം ബൈറ്റ് കൊടുക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ഒരു തെറ്റുതിരുത്തൽ രേഖയുടെ അതായത് പാർട്ടിയുടെ ലൈനാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് എന്നാണ് അദ്ദേഹം ആ ബ്രാഞ്ച് കമ്മിറ്റി മീറ്റിങ്ങിൽ പോലും പറഞ്ഞിട്ടുള്ളത്. ഞാൻ പാർട്ടി നയത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല. പാർട്ടി നയത്തിൽ നിന്ന് വ്യതിചലിച്ചത് കേരളത്തിലെ പാർട്ടിയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് യാതൊരുവിധ മാറ്റവും വന്നിട്ടില്ല, ഞാനൊരു തിരുത്തലും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എനിക്കിതിലൊന്നും മാറ്റി പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പുറത്തു വന്നേക്കുന്നത്. പകരം കേരളത്തിലെ പാർട്ടിയാണ് മാറിയത് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ താക്കീത് കൊടുത്തിട്ടുണ്ട്. ഇനി പാർട്ടിയിൽ നിന്ന് പുറത്താക്കൽ, ഈ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്നാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കൽ കൂടി ഉണ്ടാകുമോ എന്നെനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിലും അദ്ദേഹം പേടിക്കാനില്ല. കാരണം അദ്ദേഹത്തെ വീണ്ടും നിരീക്ഷകനായിട്ടോ സ്വതന്ത്ര നിരീക്ഷകനായിട്ടോ ഒക്കെ തന്നെ ചാനലുകൾ വിളിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഒരു കാര്യം ഞാൻ പറയുന്നു, ഞാൻ ഏതാണ്ട് 1 കൊല്ലം മുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാനിത് കൃത്യമായി പറഞ്ഞിരുന്നു. ഈ ചാനലിലേക്ക് ഇടതുപക്ഷ നിരീക്ഷകർ എന്ന് പറഞ്ഞ് ചെല്ലുന്ന ആളുകളെ CPM ശ്രദ്ധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ CPM തോൽവിക്ക്, കഴിഞ്ഞ 2024 ലോക്സഭാ തോൽവിക്ക് പോലും ഇവരെല്ലാവരും തന്നെ വലിയ കാരണമായിട്ടുണ്ട്. കാരണം അതിനൊന്നും മിടുക്കോ കഴിവോ ഇല്ലാത്ത ആളുകൾ സ്വാഭാവികമായിട്ടും അവിടെ ചെന്നിരിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയോ അല്ലെങ്കിൽ വളരെ കൃത്യമായ വിലയിരുത്തലൊന്നും നടത്താതെ തന്നെ അവരൊക്കെ ചെന്നിരിക്കുകയും ഇവരുടെ എതിർ പാർട്ടിക്കാരുടെ മുമ്പിൽ ഈ പറഞ്ഞ പോലെ തേഞ്ഞറിഞ്ഞില്ലാതാവുകയും ചെയ്യുമ്പോൾ ഈ വലിയൊരു പാർട്ടിയും പ്രസ്ഥാനവുമാണ് വലിയ അപകടത്തിലാകുന്നത്. യഥാർത്ഥത്തിൽ നേരത്തെ ഒരു 10 കൊല്ലം മുമ്പ് വരെ അങ്ങനെ ആയിരുന്നില്ല. CPM ചാനൽ ചർച്ചകളിൽ ഇടതുപക്ഷം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളുടെ അടുത്ത് നിൽക്കാനോ അല്ലെങ്കിൽ അയാളത്ര വായനയോ അറിവോ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഗ്രാഹ്യമോ ഒക്കെ തന്നെ വളരെ കുറവായിരുന്നു മറ്റുള്ള ആളുകൾക്ക് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതുകൂടി CPM പറ്റിയിട്ടുള്ള ഒരു അപജയമാണ്. എന്താണെങ്കിലും ഇവരൊക്കെ മാറുകയാണെങ്കിൽ അത് CPM വരാനിരിക്കുന്നത് കുറച്ചുകൂടി ഒരു നല്ല കാലമായിരിക്കും, കൂടുതൽ നല്ല ആളുകളെ വെച്ചാൽ.